വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ചോദ്യം ചെയ്തുള്ള VM വിനുവിന്റെ ഹർജി കോടതി തള്ളി. VM വിനുവിന് മത്സരിക്കാനാകില്ല. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, VM വിനുവിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വ്യക്തിയാണ് VM വിനു. അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. വളരെ രൂക്ഷമായ വിമർശനവും കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അതായത് സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല, മാത്രമല്ല ഈ സെലിബ്രിറ്റികൾ VM വിനു പത്രങ്ങളൊന്നും വായിക്കാറില്ലേ എന്നൊക്കെ പരിഹസിച്ചു ഉൾപ്പെടെ കൊണ്ടാണ് കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ VM വിനുവിൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മനഃപൂർവ്വം തൻ്റെ പേര് വെട്ടിമാറ്റിയതെന്നാണ് VM വിനു പറയുന്നത്. അതിന് പിന്നിൽ ഭരിക്കുന്ന പാർട്ടിയാണെന്നും VM വിനു ആരോപിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ VM വിനുവിൻ്റെ വോട്ടില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. അതിന് പിന്നാലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു. കോഴിക്കോട് DCC ഓഫീസിലായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചത്. അവിടെ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ താൻ 2020 മുതൽ താൻ 45 വർഷത്തോളമായി വോട്ട് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ തവണയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയൊരു ആരോപണം കാര്യങ്ങളും അത്തരത്തിലൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല, താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞതുമായിരുന്നു. അതിന് തൊട്ട് പിറ്റേ ദിവസം, അതായത് ഇന്നലെയാണ് ആ വോട്ടർ ലിസ്റ്റിൻ്റെ ഒരു പട്ടിക പുറത്തു വന്നത്. അതിൽ VM വിനുവിൻ്റെ പേരില്ല. അതും വലിയ രീതിയിൽ കോൺഗ്രസിന് ഇന്നലെയും തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിലാണ് VM വിനുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വൈഷ്ണ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ വൈഷ്ണയുടെ അങ്ങനെയല്ല. വൈഷ്ണ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണെങ്കിലും കഴിഞ്ഞ ഈ വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന സമയത്ത് അത് പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ VM വിനുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. VM വിനു ഈ വോട്ടർ ലിസ്റ്റിൽ പേര് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുക്കുന്ന സമയത്ത് അപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം കഴിഞ്ഞതുമാണ് VM വിനുവിൻ്റെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായത്. ഇനി മത്സരിക്കാനാകില്ല. പകരം കോൺഗ്രസ് പ്ലാൻ B ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും ഇനി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും VM വിനുവിനെ മാത്രമല്ല, കോഴിക്കോട് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി ഈ പര്യടനമൊക്കെ തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു VM വിനു. സംവിധായകനായ VM വിനു, അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ശരി. കോഴിക്കോട് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയത് ചോദ്യം ചെയ്തുള്ള VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. VM വിനുവിന് മത്സരിക്കാനാകില്ല. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.